നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതായത് വലിയ തോതിലുള്ള ഒരു നിർണായക തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഈ ഒരു വിജയമെന്ന് പറയുന്നത്. മറ്റെവിടെയുമല്ല, മധ്യപ്രദേശിലാണ് ഈ ഒരു വിജയം ഇപ്പോൾ ബി.ജെ.പി നേടിയിരിക്കുന്നത്. 3 സീറ്റുകളിലേക്ക് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എം.പിമാരുടെ തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പി 3 സീറ്റുകളും എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ബി.ജെ.പി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 3ാമത്തെ സീറ്റിലേക്ക് കോൺഗ്രസ് മീനാക്ഷി നടരാജനെ മത്സരിപ്പിക്കുകയും അവരെ തിരഞ്ഞെടുക്കാൻ ആവശ്യമായ അംഗസംഖ്യ ഞങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ജൂൺ 9 അവരുടെ നാമനിർദ്ദേശ പത്രിക നിരസിക്കപ്പെട്ടിരുന്നു. ഇതോടെ മത്സരം ഏകപക്ഷീയമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരമായി മാറി. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തൂത്തുവാരുകയായിരുന്നു. മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ കോൺഗ്രസിന്റെ വെല്ലുവിളി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും തമ്മിൽ കുടുങ്ങിക്കിടക്കുന്നതിനിടെയാണ് പാർട്ടി 3 സീറ്റുകളും എതിരില്ലാതെ ഇപ്പോൾ നേടിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ രജനീവ് അഗർവാൾ, തരുൺ ചുഗ്, മഹേഷ് കെവത്ത് എന്നിവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ നാടകീയമായ നിയമരാഷ്ട്രീയ വെല്ലുവിളികൾക്ക് ഈ ഫലത്തെ തടയാനായില്ല എന്നുള്ളതാണ് വാസ്തവം. നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതിനെതിരെ പാർട്ടി കോടതിയെ സമീപിച്ചിരുന്നു. എന്നിരുന്നാലും വാദം കേൾക്കൽ വെള്ളിയാഴ്ച വരെ മാറ്റിവെക്കാൻ കോടതി തീരുമാനിച്ചിരുന്നു. ഇത് ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ എതിരില്ലാത്ത വിജയം സ്ഥിരീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടം നൽകുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ഡൽഹിയിൽ 10 അംഗ കോൺഗ്രസ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. എന്നാൽ കോടതിയെപ്പോലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ് വോട്ടെടുപ്പ് ഒരു വിധി പുറപ്പെടുവിച്ചില്ല. നടരാജനെ രാജ്യസഭയിലേക്ക് അയക്കാൻ ആവശ്യമായ അംഗബലം തങ്ങളുടെ പക്കലുണ്ടെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ജൂൺ 9 അവരുടെ നാമനിർദ്ദേശം നിരസിക്കപ്പെട്ടു. ഇത് പ്രതീക്ഷിച്ചിരുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം ഏകപക്ഷീയമായ ഒരു ഫിനിഷാക്കി മാറ്റുകയായിരുന്നു. സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു കോൺഗ്രസിന്റെ കേസ് അടിയന്തരമായി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അതേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിയാണെന്ന് വാദിച്ചു. എന്നാൽ ഹർജിയുടെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും മറുപടി നൽകാൻ സമയം ആവശ്യമാണെന്നും EC അറിയിച്ചു. വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് വീണ്ടും സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. 3 എം.പിമാരെ കൂടി ബി.ജെ.പിക്ക് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതും എതിരില്ലാതെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസിന്റെ നിയമ പോരാട്ടം ഒരു തരത്തിലും ബലം കാണാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാണം കെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. അതുമാത്രമല്ല, ഇതിപ്പോൾ രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് ഇന്ത്യ സഖ്യം പരിപൂർണമായി എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രാജ്യസഭയിൽ ഇതിനോടകം തന്നെ ബി.ജെ.പിക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ എം.പിമാരും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെന്റിലായാൽ പോലും ഇന്ത്യ സഖ്യം പരിപൂർണമായി തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി.ജെ.പിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എം.പിമാരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവ് ദിനം പ്രതി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. എന്തു തന്നെയായാലും എല്ലാ രീതിയിലും കോൺഗ്രസിന് ഈ ഒരു തോൽവി പരിപൂർണമായിട്ടുള്ള ഒരു തോൽവിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ബി.ജെ.പിക്ക് എതിരില്ലാതെ ഒരു വമ്പൻ വിജയം 3 സീറ്റുകളും ബി.ജെ.പിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ പറ്റാത്ത തരത്തിലോട്ടുള്ള ഒരു നാണം കെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ മധ്യപ്രദേശിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്.